കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ വല്യമാനും കൂട്ടി എങ്ങോട്ടെങ്കിലൊക്കെ പോകണം. അങ്ങനത്തെ ഉച്ചയ്ക്ക് നല്ല നാടൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോവാണ് കേട്ടോ. അപ്പം വേറെ എങ്ങോട്ടില്ല, നമ്മുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ. കാരപ്പുഴയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വല്യമ്മയും ഞാനും ഉമ്മയും ചിന്നും കുക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് തെൻവീനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനും തെൻവിയാണ് കേട്ടോ അധികം പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യല്. പക്ഷേങ്കിൽ ആൾക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അസീസ് ഖാൻ്റെ ഓട്ടോയും വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വൈക്കിൽ ഇതാ എണ്ണയും അടിച്ചു. പിന്നെ ഇതാ പൂത്തോനും സിനുവിനും കൂടി പിക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ നേരെ പോവാണ്. അപ്പം കുറേ മാങ്ങയൊക്കെ അടിച്ചു മാറ്റി പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങയും അതുപോലെ തന്നെ ഉപ്പും മുളകൊക്കെ ആക്കി പറിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എവിടെ ട്രിപ്പ് പോയാലും നമ്മുടെ ഭക്ഷണം മുഖ്യമാണല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണില്ല. അങ്ങനെ പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ. പിന്നെ ഉമ്മയും വല്യമ്മയും എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ വന്ന് കയറി. പിന്നെ ഇതാ തെൻവീനെയും കുഞ്ഞാനൊക്കെ വിളിച്ചു പറയാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രദറും തെൻവിയാണ് ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇച്ചു എസയും വണ്ടിയിൽ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. പിന്നെ അങ്ങനെ എല്ലാവരും കഥയും അതുപോലെ തന്നെ പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് കറങ്ങാൻ പോവാൻ ഞങ്ങൾ കുറേ നാളായിട്ടോ പ്ലാൻ ചെയ്യുന്നു. എല്ലാ കൊല്ലം ഫസ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യും. പക്ഷെങ്കിൽ ഒരു അധികം നടക്കാറില്ല കേട്ടോ. ഇന്നെന്താണെന്നറിയില്ല, ഒരു തട്ടിമുട്ടും ഇല്ലാണ്ട് സംഭവം സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇതാ ഇറങ്ങുകയാണ്. ഇനിയിപ്പം ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ പെയ്യുമെന്നൊക്കെ പേടിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ മഴ നമ്മൾ ചതിച്ചിട്ടില്ല കേട്ടോ. മഴ പെയ്തിട്ടൊന്നുമില്ല, നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഇതാ ഉമ്മിച്ച് ടിക്കറ്റ് എടുക്കാനും പോയി. ഞങ്ങൾ ഇതാ കട്ട വെയിറ്റിങ്ങിലാണോ പെട്ടെന്ന് കയറാൻ വേണ്ടി. പിന്നെ അത്യാവശ്യത്തിലധികം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടിച്ച് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറുകയാണ്.